ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായത്. This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് വെൽഡിങ് ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് വെൽഡിങ് ഇതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായത്. സോ ഇൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് റെസിസ്റ്റൻസ് welding, electric resistance welding, then secondly electric arc welding, then thermit welding, then friction welding, and after that we have discussed about bracing and soldering. അതിൽ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. ആൻഡ് വൺ മോർ ഈസ് ദാറ്റ് ഈസ് കോൾഡ് അഡ്ഹസീവ് ബോണ്ടിങ്. ഇപ്പോൾ സോൾഡറിങ് ആപ്ലിക്കേഷൻസ് പറഞ്ഞു. സി ദസ് ജസ്റ്റ് ദ ഫ്ലക്സസ് യൂസ്ഡ് ഇൻ സോൾഡിങ് അവിടെയാണ് നിർത്തിയത്. ആക്ച്വലി ദർ ആർ 3 types of fluxes used in soldering, that is inorganic, organic and non-corrosive types. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് നോക്കി. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ് അതൊന്ന്. ദെൻ ദ പ്രോസസ്, explain the working, means the method of soldering and the method of bracing. ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. സോ വാട്ട് ആർ ദി ഫില്ലർ മെറ്റീരിയൽസ് ആൻഡ് ഫ്ലക്സസ് യൂസ്ഡ് ഇൻ ബ്രേസിംഗ് ആൻഡ് സോൾഡറിങ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഫ്ലക്സസിൻ്റെ കാര്യം, സോൾഡറിങ്ങിൽ ഫ്ലക്സസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇൻഓർഗാനിക്, ഓർഗാനിക് ആൻഡ് നോൺ കൊറോസീവ് ടൈപ്സ് ഉണ്ട്. ഈച്ച് വൺ അതിൻ്റെതായ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് മറക്കരുത്. So the last topic is adhesive bonding. So actually we are discussing in this chapter, actually this chapter is about welding. So welding, it is coming under a permanent joint. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ജോയിൻറ്റ് അല്ലെങ്കിൽ ഒരു ജോയിനിങ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ സോൾഡറിങ്ങും ബ്രേസിങ്ങും പറയുന്നത്. കാരണം സിമിലർ പ്രോസസ്സാണ്, സിമിലർ ടു വെൽഡിംഗ് ആണ്. പക്ഷേ റിവെറ്റിംഗ് ഈസ് എ ഡിഫറെൻറ്റ് പ്രോസസ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട് സിലബസിൽ, ദാറ്റ് ഈസ് കോൾഡ് adhesive bonding. It is also a joining process, but here we are using a suitable adhesive. Okay, so the extra material used to join these two materials, or these two base metals, are an adhesive. So adhesive is it will act as a filler material here. Okay, and so this adhesive are called filler materials, and the parts being joined by using this adhesive are called adherents. Okay, സോ അഗെയിൻ ഇൻ അദസീവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അദസീവിനെ കുറിച്ചിട്ട്. അദസീവ് പറഞ്ഞാൽ എന്താണ്? ഗമ്മ് പോലത്തെ ഒരു പശ പോലത്തെ സാധനം അല്ലേ. നമുക്ക് ഈ പറഞ്ഞ ബേസ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ എന്താണ് ഈ പാർട്സ് ടു ബി ജോയിൻറ്റ്, അല്ലെങ്കിൽ ഈ പാർട്സ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 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 എലമെൻ്റ് ആണ് ഈ അദസീവ് അല്ലേ. സോ ദ പാർട്സ് ടു ബി, അപ്പോൾ ഇത് അദസീവ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ ദ പാർട്സ് ബീൻ ജോയിൻഡ് ആർ കോൾഡ് adherents. So again there are different classifications. The broad classifications, there are 2 broad classifications. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Non-structural and structural adhesive bonding. Okay, so non-structural adhesives are household type glues like starch, casein, rosin, shellac, asphalt. ഇപ്പോൾ നമ്മളെ ഹൗസ് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്, ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളാണ് നോൺ സ്ട്രക്ചറൽ adhesives വരുന്നത്. So these are characterized by poor moisture resistance, but generally good resistance to heat and chemicals. So അതൊക്കെയാണ് അതിൻ്റെ characteristics. So the first part is non-structural adhesive, that is a commonly used household appliances, household purpose use ചെയ്യുന്ന glues ആണ്. So glues it includes starch, casein, rosin, shellac, etc. നമുക്കറിയാം പൈപ്പ് ഫിറ്റിങ്സ് നമുക്ക് ഷെല്ലാക്ക് പോലത്തെ സാധനം, അല്ലെങ്കിൽ ആസ്ഫാൾട്ട് യൂസ് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഗ്ലൂസ് നമ്മൾ പല പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്, സ്റ്റാർച്ച് നമുക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. The second classification is structural adhesives. So these are structural adhesives are those that are capable of sustaining load-bearing joints for a long period of time. Structural adhesives പറഞ്ഞാൽ ലോഡ് ബെയറിംഗ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് adhesive മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ they can sustain ലോഡ് ബെയറിംഗ് ജോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള adhesives ആണ് structural adhesives. And also structural adhesive, it also contains several components including liquids, pastes, solids, pellets, cartridges, tapes and films. All format available on structural adhesives. The most widely used structural adhesives today are epoxies, acrylics, anaerobics, cyanoacrylate, urethanes and hot melts. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് adhesive, സ്ട്രക്ചറൽ adhesive മെറ്റീരിയൽസ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇലോബറേറ്റ് ആയിട്ട് 2-3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത്
സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, സ്ലൈഡിൽ നോക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സ്ട്രക്ചറൽ അഥസീവ്സിൻ്റെ ഡിഫറെൻറ്റ് brief descriptions ആണ് കൊടുത്തിട്ടുള്ളത്. Epoxy resins, a reaction product of acetone and phenol, are the most popular of the adhesive used today. It comes under one of the structural adhesive, and it is the most popular type of epoxies used. Okay, so it has got many characteristics like tensile, very good tensile shear strength, and it has but limitation is that it is as having low flexibility and poor impact strength. And all the epoxies can be used to bond well to most of the surfaces. And but before the joining using epoxy, we need to clean the surfaces and all. അതെല്ലാ ഈ adhesive bonding നമ്മൾ initially ക്ലീൻ ചെയ്ത് വെൽ പ്രിപ്പയർ ചെയ്യണം സർഫസിന്. ഓക്കെ, അതുപോലെ മോഡിഫൈഡ് എപ്പോക്സീസ് ആർ ദർ, എപ്പോക്സി നൈലോൺ, എപ്പോക്സി പോളിസൾഫേറ്റ്സ് പോലെ മോഡിഫൈഡ് എപ്പോക്സീസും യൂസ് ചെയ്യാറുണ്ട്. They are also having good strength, അല്ലെങ്കിൽ ഹൗ ദേ ആർ ജോയിൻ, അവർക്ക് എദസീവ് സ്ട്രെങ്ത് കൂടുതലാണ്, അപ്പോഴാണല്ലോ ഈ ജോയിനിങ്. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് തമ്മിൽ അട്രാക്ഷനാണ് നമ്മൾ എദസീവ് എന്ന് പറയുന്നത് അല്ലേ. So they the properties should include high adhesion, high tensile strength, rigidity, creep resistance, easy curing, high heat resistance. These are the different characteristics or properties which are required for a good adhesive. And these modified epoxies contain all these type of properties. Okay, and also modified epoxies are modified. Again, we can add certain additives to improve the properties of the modified epoxies. Urethane is another type of adhesive, and also they are also having very good properties for having good adhesions and all. Okay, as also they are also urethane is preferable to epoxy, and compared to epoxy they are preferable when greater elongation or a shorter Q time is needed. Okay, or if the joint is subject to prolonged vibration or other cyclic stress. So cyclic stress വരുന്ന സമയത്ത് അല്ലെങ്കിൽ prolonged elongation വരുന്ന സമയത്ത് അങ്ങനത്തെ കേസസിലാണ് these type of urethanes are preferred over epoxies, because epoxies are the most commonly used one, and modified epoxies are those which are prepared after addition of certain additives. So by modified epoxies we can improve the properties of the epoxies itself. But this urethane is another type of adhesive bonding, but they are not widely used as epoxies, but they are used in certain cases where there are greater elongation, and where the material is subjected to greater elongation, prolonged vibration, cyclic stresses, and etc. and all. These type of urethanes are preferred over epoxies. Acrylics are other type of adhesive bond. They are also having good adhesive properties. Then cyanoacrylate is another type. They are comparatively costlier than others, but they are used in many applications. Anaerobics is another type of adhesive bond. They are also very popular in used for locking threaded and other close fitting assemblies. Okay, അപ്പോൾ ലോക്ടൈറ്റ് എന്നൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്ന ലോക്കിംഗ് ത്രെഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് adhesive ബോണ്ടാണ് anaerobics. Then generally the advantages of the adhesive bonding: can be used to join unlike materials, can be used to join like or unlike materials without the stress concentration usually associated with other joining methods. So the other joining methods, there heat is coming into play there, but in the case of adhesive bonding there is no heat is produced, so it is not causing any type of metallurgical effect on the material, and so there is no such fear of having any stress concentration in the materials. അപ്പോൾ അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ സ്മൂത്ത് ആൻഡ് ഗുഡ് അപ്പിയറിംഗ് ജോയിൻറ്റ്സ് അല്ലേ. ജോയിൻറ്റ്സ് ഗുഡ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവില്ല, സ്മൂത്ത് ജോയിൻറ്റ്സ് ആയിരിക്കും അത് ഉണ്ടാക്കൽ. ആൻഡ് ഓൾസോ വി ക്യാൻ ജോയിൻറ്റ് എ ലാർജ് ഏരിയ ക്യാൻ ബി ജോയിൻറ്റ് ഓർ ബോണ്ടഡ് ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ടർ ടൈം. ദാറ്റ്സ് അനദർ അഡ്വാൻറ്റേജസ്. And coming to the limitations, then environmental deteriorations can be happen in the case of adhesive bonding അല്ലേ. കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എൻവയോൺമെന്റൽ മോയ്സ്ചറോ ഹ്യൂമിഡിറ്റിയോ എല്ലാം അതിനെ ബാധിക്കുന്നതാണ്. ദാറ്റ് ഇസ് വൺ ലിമിറ്റേഷൻ. ദെൻ adhesive properties tend to degrade with time. This is another limitation. And also not suited for a very high temperature above 300 degrees Celsius. Above 300 degrees Celsius ഒക്കെ വരുന്ന ഒരു application it is not advisable to use adhesive bonding. So these are certain limitations. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലുള്ളത്. നെക്സ്റ്റ് വൺ വി ഹാവ്
few simple problems from this module. എല്ലാവരും ഒരു ബുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറും പെന്നും എടുത്തിരിക്കുക. So you can write the first question. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം എല്ലാവരും. Two steel sheets of 2 mm thickness. നിങ്ങൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പ്രോബ്ലംസ് ചോദിക്കും. ലാസ്റ്റ് ടൈമിലെ സിലബസ് പോലെയല്ല, ഇപ്പോഴത്തെ സിലബസിൽ സിമ്പിൾ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡഡ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലംസ് വരും. അപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് വരും, ഹയർ ലെവൽ പ്രോബ്ലംസ് ഒന്നുമല്ല. മൈന്യൂട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ്, ഡയറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറിയ ഫോർമുലാസ് വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസ് മാത്രം. So please write down the problem, the question. Two steel sheets of 2 mm thickness are resistance welded. So this particular problem is coming under resistance welding. Two steel sheets of 2 mm thickness are resistance welded in a lap joint. ഇപ്പോൾ ഇവിടെ ഏത് ജോയിൻ്റാണ് കിട്ടുന്നത്? ലാബ് ജോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ബഡ് ജോയിന്റ്, ലാബ് ജോയിൻ്റ് ഒക്കെ നമുക്കറിയാം. ആൻഡ് കറണ്ട് വിത്ത് എ കറണ്ട് ഓഫ് 10,000 ആംപിയർ ഫോർ 0.15 സെക്കൻഡ്. 10,000 ആംപിയറിലെ കറണ്ട് 0.15 സെക്കൻഡ് നേരത്തേക്കാണ് പാസ് ചെയ്യുന്നത്, അല്ലേ? ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ജോയിന്റ് ക്യാൻ ബി ടേക്കൺ ആസ് 150 micro ohms. Effective resistance is taken as 150 micro ohms. The joint can be considered as cylinder of 5 mm diameter. അപ്പോൾ നമുക്ക് അവിടെ ഒരു ജോയിന്റ് കിട്ടും. സി അത് അവിടെ എന്താണ്? റെസിസ്റ്റൻസ് വെൽഡിങ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് എ സ്പോട്ട് വെൽഡിങ്, then there will be a joint, അല്ലേ? Actually that spot it can be considered as a cylinder of 5 mm diameter എന്നാണ് പറയുന്നത്, and 2 mm height. Heat required for melting steel can be taken as 10 joule per mm cube. ഓക്കെ, അപ്പോൾ ഹീറ്റ് റിക്വയർഡ് തന്നിട്ടുണ്ട്. എത്രയാണ് ഹീറ്റ് റിക്വയർഡ്? അതായത് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ട ഹീറ്റ് എത്രയാണ്? പെർ എം എം ക്യൂബ്. പെർ എം എം ക്യൂബ് പറഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയം ഇറ്റ് ഈസ് 10 ജൂൾ. ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ആൻഡ് ലോസ്റ്റ് ഡ്യൂറിംഗ് ദ വെൽഡിംഗ്. So what is the amount of heat generated and what is the amount of heat lost? So what is the equation we need to use here? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഹീറ്റ് സപ്ലൈഡ്, അല്ലെ? നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് റെസിസ്റ്റൻസോടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം, H=I²RT. പണ്ടേ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ, അല്ലെ? സോ ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈഡ്. സോ ഈ ഹീറ്റ് സപ്ലൈ ചെയ്ത ഹീറ്റ് എന്തൊക്കെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെൽറ്റ് ദ ജോയിന്റ്, അല്ലെ? മെൽറ്റ് ദ വെൽഡ്, മെറ്റൽ ഇൻ ദ വെൽഡ് സോൺ. ആ വെൽഡ് സോണിലെ മെറ്റൽ മെൽറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സോ ദാറ്റ് ജോയിന്റ് ഈസ് ഫോംഡ്. അപ്പോൾ ആ ജോയിന്റ് ഫോം ചെയ്ത് അത്രയും ഭാഗം മെൽറ്റ് ചെയ്യാൻ കുറച്ച് ഹീറ്റ് ഉപയോഗിച്ചു. റിമൈനിങ് ഹീറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ദി സറൗണ്ടിങ്സ്, അല്ലെ? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും റിമൈനിങ് ഹീറ്റ്. സോ നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്റ്റ് ഡ്യൂറിംഗ് ദി വെൽഡിങ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ നമുക്കറിയാം, H=I²RT. തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുക, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കി. ഇവിടെ എന്താണെന്നുള്ളത്, ഇത് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ടല്ലേ. സോ ദർ ആർ 2 മെറ്റൽ പീസസ് ലൈക്ക് ദിസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പീസ്. സോ ഇറ്റ് ഇസ് ഓൾസോ ടെല്ലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ലാബ് ജോയിന്റ്. അപ്പോൾ ലാബ് ജോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിംഗിൽ എങ്ങനെയായിരിക്കും? ദീസ് ആർ ദ 2 മെറ്റൽ പീസ്, അല്ലെ? 1, 2. സോ ദേ ആർ ലാബ് ജോയിന്റ്. ലാബ് ജോയിന്റ് ഇങ്ങനെയാണെന്നുണ്ടാല്. ഇപ്പോൾ ബഡ് ജോയിന്റ് അങ്ങനെ ഉണ്ടാലും ബഡ് ജോയിന്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് ഫസ്റ്റ് പീസ് ആണെങ്കിൽ, സെക്കൻഡ് പീസ് ആണെങ്കിൽ ഇവിടെയാണ് നമുക്ക് വെൽഡിംഗ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് എ ബഡ് ടൈപ്പ് ജോയിന്റ്. ലാബ് ജോയിന്റ് മീൻസ് നമുക്ക് വെൽഡ് കിട്ടുന്നത് ഇവിടെയാണ്. ഫോർ എക്സാമ്പിൾ, വി വിൽ ഹാവ് ഇലക്ട്രോഡ്സ് ഹിയർ. ദിസ് ഈസ് വൺ ഇലക്ട്രോഡ് and this is the
second electrode. So ഈ ഇലക്ട്രോഡിലേക്കായിരിക്കും നമ്മൾ ടെർമിനൽസ് പോകുന്നുണ്ടല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ടു ദി സപ്ലൈ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, so these are the two electrodes. So these are the two, one and two are the two metal pieces. So actually we are getting a weld here. For example, consider this as a spot welding. Spot welding ആണെന്ന് തൽക്കാലം assume ചെയ്യാം. Resistance welding ആണെന്ന് നമ്മളോട് പറയുന്നുള്ളൂ അല്ലേ. So this is the area or the particular volume where we will get the joint. Okay, ഇത്രയും ഭാഗം ഹീറ്റ് ചെയ്തു, അവിടെ നമുക്ക് ജോയിന്റ് കിട്ടി. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും കൂടി അത് എലാബറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് തൽക്കാലം നമുക്ക് വായിക്കാം. സോ ഒന്നും കൂടി അത് എലാബറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. സി ദിസ് ഈസ് ദി വർക്ക് പീസ്. So here is the region where we are getting the weld. ഓക്കെ, അത്രയും സ്പോട്ടാണ് വെൽഡ്. നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? സി ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തൊക്കെ തന്നിട്ടുണ്ട്. Two steel sheets of 2 mm thickness are resistant welded in a lab joint with a current of 10,000 ampere for 0.15 second. So we have so it is given the question, the current is given, I is equal to 10,000 ampere, and it is for a time of 0.15 second അല്ലേ. 0.15 സെക്കൻഡിലെ കറണ്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ? Then it has given the effective resistance of the joint can be taken as 150 micro ohm. The joint can be considered as a cylinder of 5 mm diameter and 2 mm height. നമുക്ക് വേറെ തന്നിട്ടുണ്ട്. It has given R effective resistance is given as 150 micro ohm, which is equal to 150 into 10 raised to minus 6 ohm. Okay, then പിന്നെന്താണ് ഇവിടെ പറയുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന ഈ ഭാഗം അല്ലെ. ദിസ് വൺ ഈസ് കൺസിഡർഡ് ദിസ് ആസ് എ സിലിണ്ടർ. അപ്പോൾ അതൊരു സിലിണ്ടർ രൂപത്തിലാണുള്ളത്, നമുക്കറിയാം. ഇറ്റ് ഈസ് ലൈക്ക് എ സിലിണ്ടർ, കാരണം അത് സ്പോട്ട് വെൽഡഡ് ആണ്. ഇറ്റ് വിൽ ബി ലൈക്ക് ഇറ്റ് വിൽ ബി ഹാവിങ് എ സിലിണ്ടറിക്കൽ ഷേപ്പ്. സോ അതിൻ്റെ തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 5 mm ഡയ അല്ലേ, 5 mm ഡയ ആൻഡ് 2 mm ഈസ് ദ ഹൈറ്റ്. ഓൾറെഡി നമുക്ക് ഇതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട് അല്ലേ. 2 mm ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഈച്ച് തിക്നെസ് ഓഫ് ദി each workpiece. That is not used anywhere in the problem. So we need only to bother about this welded region. So that is considered as a cylindrical shape. It is the diameter of 5 mm and height of 2 mm. So we have the equation for heat supplied. നമുക്കറിയാം heat supplied in the general equation നമുക്കറിയാം H is equal to I square R T. That is heat supplied. ഒന്ന് കണ്ടുപിടിച്ചേ, എച്ച് ഹീറ്റ് സപ്ലൈഡ് എത്രയാണ് കിട്ടുന്നത് കണ്ടുപിടിച്ചേ. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ജനറേറ്റഡ് ആൻഡ് ദ ഹീറ്റ് ലോസ്റ്റ്. ഇത് രണ്ടോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹീറ്റ് സപ്ലൈഡ്? എത്ര കിട്ടും? ഗിവൺ കറണ്ട് I is equal to 10,000. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 10,000 I square into R is given as 150 into 10 raised to minus 6 into given time as 0.15. So what is the product of this? You will get എത്രയാണെന്ന് പറഞ്ഞേ. എത്ര കിട്ടുന്നത്?
എത്ര കിട്ടുന്ന ആകാശ? ഫർദീൻ 2250. 2250 ജൂൾ അല്ലേ? 2250 ദാറ്റ് മീൻസ് ജൂൾ വി ആർ ഗെറ്റിംഗ്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ ഹീറ്റ് സപ്ലൈഡ് കിട്ടി. So what we need to find here, heat required for melting steel can be taken as 10 joule per mm cube. So heat required for melting, per mm cube of volume we need 10 joule of heat to melting that steel. So steel is the material used here. Determine the amount of heat generated and lost during welding. അതല്ലേ? So here already given the dimension of the that weld nugget or that weld region dimensions already നമുക്ക് തന്നിട്ടുണ്ട്. So here we will get, we have the volume of joint is given as എത്രയായിരിക്കും വോളിയം? സിലിണ്ടറിക്കൽ ആണല്ലോ അല്ലേ? അപ്പോൾ അതിന്റെ ക്രോസ് സെക്ഷനിൽ ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഇറ്റ് ഈസ് പൈ ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. സോ ഗിവൺ ദ ഡയമീറ്റർ, so we will get pi into, that is given 5 mm അല്ലേ? 5 mm അല്ലോ അതിന്റെ, that is then it will be 2.5 square into 2 mm is the height given. So what is the value we are getting? 2.5 square number 6.25 into 2 into 3.14. We will get something around 40, that is 39.25 mm cube. കാരണം ഇത് വോളിയം ആണ്. That is the amount, that is the volume of the joint. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ്? In the question it has given that heat required for melting steel can be taken as 10 joule per mm cube. 10 joule of heat is required for 1 mm, for melting 1 mm cube. That is given for 1 mm cube. For 1 mm cube we need 10 joule of heat. Okay, for 1 mm cube we need 10 joule of heat. Therefore for നമുക്കിപ്പോൾ എത്ര വാല്യൂ കിട്ടി? എത്ര എം എം ക്യൂബ് ഉണ്ടെന്ന് കിട്ടിയത് വെൽഡ് ചെയ്ത റീജിയൻ? ദാറ്റ് ഈസ് 39.25 mm cube is the welded region. For 39.25 mm cube, the heat required will be how much? It will be equal to 39.25 into 10. That means it will be equal to 392.5. That means joule ആയിരിക്കും നമുക്ക് വേണ്ട ഇത് അവിടെ the amount of heat required to melt the joint, 392.5. Then what will be the heat lost? So we got here heat supplied. Heat supplied is 2250 joule and heat required for melting the joint is 392.5 joule. So then therefore heat lost will be is equal to heat supplied minus heat required to melt, which will be equal to 2250 minus 392.5, which is equal to 1857.5 joule. ചെയ്ത് നോക്കിയത് കിട്ടുന്നുണ്ടോ നോക്കി എല്ലാവർക്കും? So ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കും. ദിസ് പ്രോബ്ലം ഈസ് അബൌട്ട് കമ്മിങ് അണ്ടർ ദി റെസിസ്റ്റൻസ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഒരു പ്രോബ്ലം ആണിത്. സോ വി ആർ ഗിവൻ സർട്ടൈൻ വാല്യൂസ് ഹിയർ. സോ വി നീഡ് produced, that is I square RT. So that is the total heat supplied. So out of that total heat, some amount of heat is utilized for melting the material at the joint. അല്ലെ, അവിടെ ജോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹീറ്റ് യൂട്ടിലൈസ് ചെയ്തു. So how we can find out that actually the heat required per mm cube of the material used here is steel. So the heat required for melting per mm cube is given as 10 joule.
So we need to find out the what is the volume of the total material which is melted. So it is given, the dimension is given, it is in the shape of a cylinder and the dimensions are given. So we need to find the volume of the joint. So once finding out the volume of the joint, multiplying it with this 10, we will get the total heat required to melt the joint. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് ലാസ്റ്റ് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കുക. കാരണം ഓൾറെഡി ഹീറ്റ് ജനറേറ്റ് ചെയ്തതിൽ നിന്ന് ഈ ഹീറ്റ് റിക്വയർഡ് ടു മെൽറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് heat lost കിട്ടി. So every one of you got the answer. So coming to the second question ഒന്ന് എഴുതിയെടുത്തേ. In an arc welding process, voltage is 25 volt and current is 300 ampere. In an arc welding process, ഇത് പറഞ്ഞ സെക്കൻഡ് സെക്ഷൻ ആർക്ക് വെൽഡിങ്ങിലേക്കാണ്, അതിലൊരു പ്രോബ്ലം ആണ്. In an arc welding process, voltage is 25 volt and current is 300 ampere. If the cross-sectional area of the steel plate to be welded is 25 mm square. ഇപ്പോൾ വെൽഡ് ചെയ്യേണ്ട സ്റ്റീൽ പ്ലേസിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ 25 mm square is given. Determine the electrode travel speed. The heat transfer efficiency can be taken as 85% and melting efficiency is 35%. Heat required to melt steel is 10 joule per mm cube. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡ് ട്രാവൽ സ്പീഡാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ എഴുതരുത്. Okay. So second question നോക്കുകയാണെങ്കിൽ in the given problem we are given voltage is given as 25 volt. പിന്നെ current is given as 300 ampere. Then the area is given, A is equal to 25 mm square is given. Then we need to find out the velocity അല്ലേ, അല്ലെങ്കിൽ ആർക്ക് എത്ര സ്പീഡിലാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇലക്ട്രോഡ് ട്രാവൽ സ്പീഡാണ് വേണ്ടത് അല്ലേ. ഇലക്ട്രോഡ് ട്രാവൽ സ്പീഡ്. സോ ലെറ്റ് electrode travel speed is equal to small v. സ്മോൾ വി ആണ് ഇലക്ട്രോഡ് ട്രാവൽ സ്പീഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Then here given efficiency, that is heat transfer efficiency തന്നിട്ടുണ്ട്. It is given as 0.85. Then melting efficiency is given. Melting is given as 0.35. Then heat required to melt steel, it is also given. That is H is given here. That is the heat required to melt steel. Heat required to melt is given as 10 joule per mm cube. So if you know the total volume, then we can easily find out the total heat required to melt the particular joint. Okay, so this is the case here. So first നമുക്ക് എന്താ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഏതാണ്, ഹീറ്റ് ഇത് ആർക്ക് വെൽഡിംഗ് ആണ്. ഇവിടെ നമുക്ക് I²RT അല്ല ഉപയോഗിക്കേണ്ടത്. that equation is used in H is equal to I²RT is used in resistance welding, where I²R എന്ന് പറയുന്നത് resistance ആണല്ലേ. So only in the case of electric resistance welding we can use that equation for heat supplied, that is H is equal to I²RT. But here we can't use that equation. Here the equation for net heat supplied is equal to, here equation, so here net heat supplied is equal to
net heat supplied is equal to VI, that is power. P is equal to VI എന്നതാണ് നമ്മൾ കൊടുക്കുന്ന പവർ എത്രയാണല്ലേ, വോൾട്ടേജും കാരണം നമുക്കറിയാം P into I. Also they are given the efficiency, that is heat transfer efficiency is also given, that is VI into efficiency of heat transfer is the equation of net heat supplied to be used in arc welding. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? ഓൾറെഡി ഗിവൺ the value as 25 something is 25 is given, then I is given as 300, then efficiency somewhat in 0.85. എത്ര കിട്ടുന്ന വാല്യൂ നോക്കിയേ. നിയർലി സംതിങ് 5000 സംതിങ് കിട്ടുന്നുണ്ടോ? 5100 volt, that much watt. V into I ആണ്, you will get in wattage. എത്ര കിട്ടിയേ? 6,000 കിട്ടിയ. 6000 ആ? ഒരു സെക്കൻഡ്. ഓക്കെ, 6000 തന്നെ കിട്ടും. കറക്റ്റ്. ഓക്കെ, 6000 കിട്ടും. 6000 വാട്ട്. So next we have taken the travel speed V, small v ആയിട്ടാണ് നമ്മൾ എടുത്തല്ലേ. ദെൻ അടുത്ത കണ്ടുപിടിക്കേണ്ടത് ഹീറ്റ് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ്. അപ്പോൾ എത്ര ഹീറ്റാണ് നമുക്ക് ഇതിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടത്? നമ്മൾ നേരത്തെ അങ്ങനെ കണ്ടുപിടിച്ചത്, ദാറ്റ് ഈസ് ഹീറ്റ് എച്ച് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ്. heat required for melting is equal to, അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വോളിയം അല്ലേ, the volume of the metal melted, that is volume of the metal melted per second multiplied by heat required to melt steel, multiplied by heat required to melt steel. So already അത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, എത്രയാണ് heat required to melt is given as 10. So this is volume of the metal is volume of the metal means it is the area into the speed അല്ലേ, total speed per second അല്ലേ, speed per second, that means distance per unit time ആണല്ലോ speed നമുക്ക് തന്നിട്ടുണ്ട്. So distance per that much time, that is it will be given as A into, that is area into small v into heat required to melt the joint. Heat required to melt the joint, that will be equal to, area is given as 25 into small v is the one we have to find, into heat required to melt is given as 10. So we will get 250 V. 250 V നമുക്ക് കിട്ടും. That is a heat required for melting. So we got here heat supplied and net heat supplied also we got, and heat required for melting also we got. Okay. The next one more thing they are given in the problem, that is melting efficiency. Melting efficiency is given. Melting efficiency is given, that is efficiency of melting. Melting efficiency എന്തായിരിക്കും? It is a ratio that is nothing but the heat required for melting per the net heat supplied. Okay, that is equal to heat required for melting
the net heat supplied. അത്ര കിട്ടാൻ നോക്കിയേ. ദാറ്റ് നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് അതിന്റെ വാല്യൂ അല്ലേ. That is heat required for melting is 250 into V. That heat supplied is 5100, and the given already given in the question the melting efficiency is 0.35. ഇത് നമുക്ക് തന്നിട്ടുണ്ട് 0.35, and also heat required for melting is 250 times the small v, and the net heat supplied we got 6000 അല്ലേ, 6000 watt. എത്ര കിട്ടാ വി? We'll get the എത്ര കിട്ടുന്ന 8.4. 8.4 8.4. എന്ന് കിട്ടും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ബാക്കിയുള്ളവർക്കും കിട്ടുന്നുണ്ടോ. ദാറ്റ് മച്ച് mm per second ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷനിലാണ് പ്രോബ്ലംസ് വരിക. വൺ ഫ്രം റെസിസ്റ്റൻസ് വെൽഡിങ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് വരും പ്രോബ്ലം. H=I²RT ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓൾസോ പ്രോബ്ലംസ് വിൽ കം ഫ്രം ആർക്ക് വെൽഡിംഗ് ഓൾസോ. ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് എന്ന പ്രോബ്ലം വരാം. സോ ദർ ദ ഹീറ്റ് സപ്ലൈഡ് ഇക്വേഷൻ ഇസ് V into I into the heat transfer efficiency എന്ന് തന്നിട്ടുണ്ടെങ്കിൽ multiplied by that factor also will get the total heat supplied. റിമൈനിങ് നമുക്ക് ഈ പറഞ്ഞ ലോജിക് വെച്ചിട്ടാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. എടുക്കാലോ. Initially, V is given as voltage is given as 25 volt, current is given as 300 amperage. Electro travel speed ആണ് വേണ്ടത് അല്ലേ നമുക്ക്. തന്ന കാര്യങ്ങളാണ് എഴുതിയത്. എഫിഷ്യൻസി, ട്രാൻസ്ഫർ എഫിഷ്യൻസി is given, melting efficiency is given, heat required to melt is given. Per mm cube 10 joule ആണ് വേണ്ടത്. Net heat supplied is VI into efficiency of heat transfer, that is 25 into 300 into 0.85, 6000 wattage കിട്ടി. Heat required for melting is volume of the metal to be melted into heat required to melt. Heat required to melt നമുക്ക് തന്നിട്ടുണ്ടല്ലോ 10 joule per ഒരു യൂണിറ്റ് വോളിയം. അപ്പോൾ ആ വാല്യൂവിനെ നമ്മൾ ടോട്ടൽ വോളിയത്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ് കിട്ടി. അതാണ് നമുക്ക് 250 ഇൻറ്റു സ്മോൾ വി എന്ന് കിട്ടുന്നത്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെൽറ്റിംഗ് എഫിഷ്യൻസി എന്താണെന്ന് നമുക്കറിയാം. ഹീറ്റ് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ് ഡിവൈഡ് ബൈ നെറ്റ് ഹീറ്റ് സപ്ലൈഡ്. നെറ്റ് ഹീറ്റ് സപ്ലൈഡ് ഓൾറെഡി 6000 കിട്ടി. മെൽറ്റിംഗ് എഫിഷ്യൻസി ഇസ് ഗിവൺ ആസ് 0.35. 250 വോൾട്ട് ആണ് ഹീറ്റ് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ്. സോ ഈസിലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്മോൾ വി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ ലേറ്റർ പിന്നീട് ചെയ്യും. നമ്മൾ ഇതിന്റെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഇത് രണ്ടും അതിന്റെ ഒരു സാമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ മോഡൽ പ്രോബ്ലംസ് മാത്രമേ ഞങ്ങളോട് ചോദിക്കുകയുള്ളൂ. സോ അറ്റൻഡൻസ് എല്ലാവരും പറയാം.